ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അപ്പം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പേപ്പർ 10 ആണ്. ഇപ്പോൾ പേപ്പർ 10ൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ പാർട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും രണ്ടാമത്തെ പാർട്ട് ഓഡിറ്റിങ്ങും. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്യുവർ പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്. ഓക്കെ, അതേപോലെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പ്യുവർ തിയറി ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓഡിറ്റിംഗ് ആണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ്, സ്റ്റഡി മെറ്റീരിയൽ ഇതിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, അതേപോലെ ഏതെല്ലാം ഏരിയ എന്നാണ് ഓഡിറ്റിങ്ങിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയലാണിത്. അപ്പം ഇതിൽ വെയിറ്റേജ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ 2 പാർട്ടായിട്ടാണ് ഉള്ളത്. മൊഡ്യൂൾ 1 മുതൽ മൊഡ്യൂൾ 5 വരെ വരുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് വരുന്നത്. അതേപോലെ മൊഡ്യൂൾ 6 മുതൽ മൊഡ്യൂൾ 8 വരെ ഓഡിറ്റിംഗ് ആണ് വരുന്നത്. ഇതിന് ഈക്വൽ വെയിറ്റേജ് ആണ്, രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആണ്. ഇതിൽ 50% 50% വെച്ചിട്ട് വെയിറ്റേജ് വരുന്നത്. അതിൽ തന്നെ ഓഡിറ്റിംഗ് ആണ് നമ്മളിപ്പം നോക്കുന്നത്. അപ്പോൾ ഓഡിറ്റിങ്ങിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ 7th മൊഡ്യൂൾ, അതായത് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഓഡിറ്റിംഗ് അണ്ടർ കമ്പനീസ് ആക്ട് 2013, അതിലാണ് 30% വെയിറ്റേജ് വരുന്നത്. അതായത് ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, അതേപോലെ ഈ ഒരു ചാപ്റ്റർ 8th മൊഡ്യൂളിന് എല്ലാ പ്രാവശ്യവും 8A എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ ഒരു ചാപ്റ്ററിന് 7 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ 8A എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർടേക്കിങ്സിൽ ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിന് എന്തായാലും വരുന്നുണ്ട്. അതേപോലെ 6Aയിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് എപ്പം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷെ എന്നാലും ഒരു പേപ്പർ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ MCQ പാർട്ട് എന്ന് ഓഡിറ്റിങ്ങിൽ ചോദിച്ചിട്ടുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ക്വസ്റ്റ്യൻസ്. ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഓഡിറ്റിങ്ങിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് 20 മാർക്സ് നമുക്ക് സുഖമായിട്ട് MCQ ഒന്ന് ഓഡിറ്റിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പം ഈ 20 മാർക്സ് MCQ ഏതെല്ലാം വരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഉണ്ടല്ലോ, വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ ലാസ്റ്റോട്ടാണ് ഓഡിറ്റിംഗ് ഉണ്ടാവുക. അപ്പം ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓഡിറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കുന്നതിനെ കൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് എക്സാമിന് അത്രയും ടെൻഷൻ ഫ്രീ ആയിരിക്കും. എവിടെ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് എവിടെ ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പം ഇവിടെ നോക്കുന്ന ടൈമിൽ 6A ഓഡിറ്റിംഗ് ആണ്, 6Aയും 6Bയും, 7A 7B ഓഡിറ്റിംഗ് ആണ്, പിന്നെ 8A 8B ഓഡിറ്റിംഗ് ആണ്. അപ്പം ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8A എന്ന് പറയുന്നത് 8th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർടേക്കിങ്സ്, അതിൽ ഓഡിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 8th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും എപ്പം 8Aയിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഈ NFRAയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതാണ് ജൂൺ 2025 ലേറ്റസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി ഒരു 3 അറ്റംപ്റ്റിൻ്റെയും കൂടി കാണിച്ചത്. ഓക്കെ, അടുത്തത് ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലിപ്പം ഫസ്റ്റ് ടോട്ടലും കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ ഒരു 6th ക്വസ്റ്റ്യൻ മുതലാണ് ഓഡിറ്റിംഗ് വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് ഓഡിറ്റിംഗ് എന്നാണ്. ഓക്കെ, 20 മാർക്സ് ഓഡിറ്റിംഗ് എന്നാണ്. അപ്പോൾ ഓഡിറ്റിംഗ് വൃത്തിക്ക് പഠിക്കുക, ഓഡിറ്റിംഗ് സ്കിപ്പ് ചെയ്യാണ്ട് നിൽക്കുക. ഓക്കെ, ചില ആൾ തിയറിയാണെന്ന് വിചാരിച്ചിട്ട് ഓഡിറ്റിംഗ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യാറ്, കാരണം അക്കൗണ്ട്സ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെങ്കിൽ ഓഡിറ്റിംഗ് ആയിരിക്കും എളുപ്പമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇവിടെ വരുന്നത് 8A നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്നാണ് 8th മൊഡ്യൂളിൽ നിന്നായിരിക്കും. അപ്പോൾ നമുക്കിത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പേ അറിയുമെങ്കിൽ നമുക്ക് എക്സാം എഴുതുമ്പോൾ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉള്ളിൽ ഫീൽ ചെയ്യും.
അതിൽ തന്നെ ഇത് 6th മൊഡ്യൂളിനായിരിക്കും, ഫസ്റ്റ് മൊഡ്യൂളായിരിക്കും മേ ബി. ഓക്കെ, എക്സാം പാറ്റേൺ അനുസരിച്ചിട്ട് അങ്ങനെയാണ്. ഇനി ഭാവിയിൽ മാറോ ഇല്ലയോ എന്നറിയില്ല. ഇപ്പം നിലവിൽ അങ്ങനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് അങ്ങനെയാണ്. ഓക്കെ, 6th 7th 8th ഓഡിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ NFRA ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണത്. അത് ജൂൺ 2024 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലും നമുക്കൊരു 6, 7 ആ ഒരു ഓക്കെ 8th മുതലാണ് ഓഡിറ്റിങ് വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 ക്വസ്റ്റ്യൻസ്. അതായത് 8 × 2 16 മാർക്സിന് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഓഡിറ്റിങ്ങിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് തൊട്ടായിരിക്കും എന്തുണ്ടാവുക, ഓഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 6, 7, 8 ഓഡിറ്റിംഗ് ആണ്. അതിൽ 6th ക്വസ്റ്റ്യൻ 6th മൊഡ്യൂളിലാണ്. ഓക്കെ, അതായത് ഓഡിറ്റിങ്ങിൽ ഫസ്റ്റ് മൊഡ്യൂൾ. അതേപോലെ 8A എന്ന് പറയുന്നത് 8th മൊഡ്യൂളിലാണ്. പിന്നെ ഇതിൽ NFRAക്ക് പകരം ഇവരിട്ട ക്വസ്റ്റ്യൻസ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ NFRA ഇല്ല. ഓക്കെ, അപ്പം ഇതാണ് ജൂൺ 2024 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇനി ലാസ്റ്റ് ഡിസംബർ 2023 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2022 സിലബസ് വന്ന ടൈമിലെ ഫസ്റ്റ് എക്സാമാണ്, ഡിസംബർ 2023. അപ്പം ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ക്വസ്റ്റ്യൻസ് ഓഡിറ്റിംഗ് എന്നാണ്. അപ്പം 9 × 2 18 മാർക്സ് ഓഡിറ്റിംഗ് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ 6, 7, 8 ആയിരിക്കും ഓഡിറ്റിങ്ങിലെ ക്വസ്റ്റ്യൻസ്. അപ്പം 6, 7, 8 അതിൽ തന്നെ 6 എന്തായിരിക്കും, 6th മൊഡ്യൂളിനായിരിക്കും. ഓക്കെ, അതേപോലെ 8A എന്തായിരിക്കും, 8th മൊഡ്യൂളിനായിരിക്കും. പിന്നെ ഇവിടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ NFRA നെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം NFRA എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിരുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഓരോ സംഭവങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു, അങ്ങനെ ഒരു ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പേപ്പർ പാറ്റേൺ നോക്കുന്ന ടൈമിൽ നമുക്ക് എന്താ മനസ്സിലാച്ചാൽ 3 ക്വസ്റ്റ്യൻസ് ഓഡിറ്റിംഗ് എന്നും 4 ക്വസ്റ്റ്യൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ തന്നെ നമുക്കിപ്പം എത്രയാണ് അറ്റൻഡ് ചെയ്യണം, 7 ക്വസ്റ്റ്യന് 5 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം 2 ക്വസ്റ്റ്യന് ഓപ്ഷനാണ്. ഇപ്പം ഓഡിറ്റിംഗ് വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെ 3 ക്വസ്റ്റ്യനും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 2 ക്വസ്റ്റ്യനും നമുക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ മാർക്ക് നോക്കുകയാണെങ്കിൽ 7 × 6 7 മാർക്സിൻ്റെ എത്ര ക്വസ്റ്റ്യൻ വയ്ക്കുന്നുണ്ട്, 6 ക്വസ്റ്റ്യൻസ് വയ്ക്കുന്നുണ്ട് ഓഡിറ്റിങ്ങിന്. അതായത് 42 മാർക്സിന് ചോദിക്കുന്നുണ്ട്. അതേപോലെ MCQ ഒരു 20 മാർക്സിനും ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 62 മാർക്സ് നമുക്ക് എന്താക്കുക, ഓഡിറ്റിങ്ങിന് കിട്ടും. ഓക്കെ, അപ്പം വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിൽ എക്സംഷൻ സുന്ദരമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം.